നമുക്കിന്നൊരു നെയ്യപ്പം ഉണ്ടാക്കിയാലോ? ഒരു കപ്പ് പച്ചരി അല്പം വെള്ളമൊഴിച്ച് 6 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. കുതിർത്ത അരി മിക്സിയിലേക്കിട്ട് അതിലേക്ക് 4 ഏലക്കായയുടെ സീഡും അല്പം ഉപ്പും 1 ടീസ്പൂൺ ജീരകവും ചേർക്കുക. ശേഷം 1/2 കപ്പ് ജാഗരി പൗഡർ 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ശേഷം നേരത്തെ അരച്ചു വെച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 2 ചെറുപഴം മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് നമുക്ക് മാവിലേക്ക് ചേർക്കാം. ശേഷം തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 നുള്ളു സോഡാപ്പൊടി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ എള്ള് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. മാവ് കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 2-3 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നെയ്യപ്പത്തെ സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ മാവ് കുറച്ചു നേരം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി അല്പം തേങ്ങ മുറിച്ചത് അതുകൂടി ഈ നെയ്യിലേക്ക് ചേർക്കാം. ഇത് നല്ല ചുവന്ന കളറാകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് കൂട്ടും. ഈ തേങ്ങാക്കൊത്ത് തണുത്തതിന് ശേഷം മാത്രം ഈ മിക്സിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചൂടായ എണ്ണയിലേക്ക് മാവ് ഒഴിക്കാം. അത് പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നത് കാണാം നമുക്ക്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാൻ. എന്നാൽ എണ്ണ കുടിക്കുന്നത് കുറയും. അല്പനേരം ചൂടാക്കുമ്പോൾ ഇതിൻ്റെ 2 ഭാഗവും ചുവന്ന നിറമായി കഴിഞ്ഞാൽ നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്യപ്പം ഇവിടെ തയ്യാറായി. ഉള്ളിൽ വളരെ സോഫ്റ്റും പുറമെ നല്ല ക്രഞ്ചിയുമായ നെയ്യപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.